എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് യഹോവ നമുക്ക് നൽകുന്ന വാഗ്ദാനങ്ങളെക്കുറിച്ച് ശ്രവിക്കാം. യെശയ്യാവ് 54:10. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല. എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളിച്ചെയ്യുന്നു. ഈ അധ്യായത്തിൽ ഇസ്രായേൽ ജനതയ്ക്കുള്ള പ്രവചനങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇസ്രായേലിയർ ബാബിലോണിൽ പ്രവാസം അനുഭവിച്ചതിന് ശേഷം എഴുതപ്പെട്ട ഈ പ്രവചനം പ്രത്യാശ, പുനഃസ്ഥാപനം, ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ വാഗ്ദാനങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഈ വാക്യത്തിൽ കഷ്ടതകളുടെയോ പ്രബുദ്ധതയുടെയോ സമയങ്ങളിൽ പോലും ദൈവം ഇസ്രായേലിയർക്ക് തൻ്റെ അചഞ്ചലമായ സ്നേഹത്തിൻ്റെ വിശ്വസ്തതയുടെയും ഉറപ്പ് നൽകുന്നു. പർവ്വതങ്ങൾ ഇളകുന്നു എന്നും കുന്നുകൾ നീങ്ങുന്നു എന്നും ഉള്ള സങ്കല്പങ്ങൾ ഭൂമിയെ തകർക്കുന്ന സ്മാരക സംഭവങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അത് നീക്കാൻ അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളാണ്. എന്നിരുന്നാലും ദൈവം ഈ ക്ഷണികമായ അനിശ്ചിതത്വങ്ങളെ തൻ്റെ അചഞ്ചലമായ സ്നേഹവും സമാധാനവും ഉടമ്പടിയുമായി താരതമ്യം ചെയ്യുന്നു. അവ ഇളകാത്തതാണ്. ദൈവത്തിന് തൻ്റെ ജനത്തോടുള്ള അചഞ്ചലവും മാറ്റമില്ലാത്തതുമായ പരാജയപ്പെടാത്തതുമായ സ്നേഹത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായി സ്നേഹം പലപ്പോഴും സ്വാഭാവികമോ സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതോ ആകാം. ദൈവത്തിൻ്റെ സ്നേഹം ശാശ്വതവും അചഞ്ചലവുമാണ്. സമാധാന ഉടമ്പടി ദൈവം ഇസ്രായേലിന് വാഗ്ദാനം ചെയ്ത സമാധാനത്തെ സൂചിപ്പിക്കുന്നു. സംഘർഷത്തിൻ്റെ അഭാവത്തെ മറികടക്കുന്ന സമാധാനമാണിത്. ദൈവവും അവൻ്റെ ജനവും തമ്മിലുള്ള യോജിപ്പുള്ളതും നിലനിൽക്കുന്നതുമായ ബന്ധത്തെയാണ് ഇത് സംസാരിക്കുന്നത്. അവിടെ അവൻ്റെ സാന്നിധ്യവും പ്രീതിയും പ്രകടമാണ്. ഇസ്രായേലിന്മേലുള്ള ദൈവത്തിൻ്റെ കാരുണ്യം ഇവിടെ ഊന്നി പറയുന്നു. അവരുടെ പാപങ്ങളും പരാജയങ്ങളും ഉണ്ടായിരുന്നിട്ടും ദൈവം അവരെ പരിപാലിക്കുന്നത് തുടരുമെന്നും അവരെ പുനഃസ്ഥാപിക്കുമെന്നും ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം അചഞ്ചലമാണെന്ന് നാം തിരിച്ചറിയണം. അത് ഒറ്റപ്പെട്ടതോ ഉപേക്ഷിക്കപ്പെട്ടതോ ആയവർക്ക് ആശ്വാസവും ഉറപ്പും നൽകുന്നതാണ്. സമാധാനത്തിൻ്റെയും പുനഃസ്ഥാപനത്തിൻ്റെയും ദൈവത്തിൻ്റെ വാഗ്ദാനം എന്നേക്കും നിലനിൽക്കുന്നതാണ്. തന്നിലേക്ക് തിരിയുന്ന എല്ലാവർക്കും അവൻ്റെ കരുണയും കൃപയും എന്നേക്കും ഉണ്ടായിരിക്കും. മെച്ചപ്പെട്ട ഭാവിക്കായി അവൻ നമുക്ക് പ്രത്യാശ നൽകുന്നു. സ്നേഹപിതാവേ, ജീവിതം എത്ര പ്രക്ഷുബ്ധമായി തോന്നിയാലും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ പ്രത്യാശയും സമാധാനവും കണ്ടെത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.